നെക്സ്റ്റ് വൺ ഇസ് ഹിഡൻ മാർക്കോഫ് മോഡൽ. ഹിഡൻ മാർക്കോഫ് മോഡൽ പഠിക്കാനായിട്ട് ഒരു എക്സാമ്പിൾ ആദ്യം തന്നെ നമുക്ക് ഒന്ന് പറഞ്ഞു പോവാം. എന്നിട്ട് നമുക്ക് ഹിഡൻ മാർക്കോഫ് മോഡലിൻ്റെ ഡെഫിനിഷനും അതിന് വേണ്ട കമ്പോണൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എക്സാമ്പിൾ ഏൺ ആൻഡ് ബോൾ മോഡൽ തന്നെ എടുക്കുകയാണ്. ഒരു റൂം കൺസിഡർ ചെയ്യാം. ഇവിടെ നമുക്ക് ഡിഫറൻസ് എന്താണെന്ന് പറഞ്ഞാൽ നമുക്കൊന്നും കുറച്ച് കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യാൻ പറ്റത്തില്ല. എന്തൊക്കെയാണ് ഒബ്സർവ് ചെയ്യാൻ പറ്റാത്തതെന്ന് നോക്കാം. ഒരു റൂം എടുക്കാം. ആ റൂമിനെ 2 ഹാഫായിട്ട് ഒരു കർട്ടൻ വെച്ചിട്ട് മറച്ചിരിക്കുകയാണ്. ഓക്കെ, കർട്ടൻ്റെ പുറകെ നിന്നിട്ട് മീൻസ് എനിക്ക് കാണാൻ പറ്റുന്നില്ല. കർട്ടൻ്റെ പുറകെയാണ് എന്താണ് ഈ പറയുന്ന ബോക്സസ് വെച്ചിരിക്കുന്നത്. എനിക്കറിയത്തില്ല ഈ പറയുന്ന ബോക്സസിനകത്ത് സെയിം കളേഴ്സ് ആണോ അതേ ഡിഫറെൻറ്റ് കളേഴ്സുള്ള ഒരു ബോക്സിൽ തന്നെ ഡിഫറെൻറ്റ് കളേഴ്സുള്ള ബോൾസ് ഉണ്ടോ എന്നും എനിക്കറിയില്ല. ഓക്കെ, അപ്പം എത്ര ബോക്സ് ഉണ്ടെന്നും എനിക്കറിയത്തില്ല. ഓക്കെ, എത്ര സ്റ്റേറ്റ്സുകൾ ഉണ്ടെന്നും എനിക്കറിയത്തില്ല. എനിക്ക് ആകെ അറിയുന്നത് ഓരോ തവണ അയാൾ എടുക്കുമ്പോഴും ഒരു അപ്പുറത്തൊരാളെ നിൽക്കുവാണെങ്കിൽ അയാൾ ഓരോ തവണ എടുക്കുമ്പോഴും അയാൾ എന്താണ് ഒബ്സർവ് ചെയ്യുന്നതെന്ന് അയാൾ വിളിച്ചു പറയുന്നുണ്ട്. അതായത് അയാളിപ്പം ഏതോ ഒരു ആണിൽ നിന്നും അല്ലെങ്കിൽ ഏതോ ഒരു ബോക്സിൽ നിന്നും ഒരു ബോൾ എടുത്തിട്ട് ആ ബോളിൻ്റെ കളർ മാത്രം വിളിച്ചു പറയുന്നുണ്ട്. റെഡ്, ബ്ലൂ, ഗ്രീൻ. ബട്ട് എനിക്കറിയത്തില്ല ആ റെഡ് ബോൾ ഏത് ബോക്സിൽ നിന്ന് എടുത്തതാണ്. ആ ബോക്സിനകത്ത് ഒരേ കളറാണോ ഉള്ള ആൾക്കാരാണോ അത് ഡിഫറെൻറ്റ് കളറുള്ള ബോൾസുകൾ ഒരു ബോക്സിനകത്ത് തന്നെ ഉണ്ടോ ഇല്ലയോ എന്നും എനിക്കറിയില്ല. ഓക്കെ, എനിക്ക് എന്ത് മാത്രമേ അറിയുള്ളൂ? അതായത് അയാൾ ഒബ്സർവ് ചെയ്യുന്ന കാര്യം, അയാൾ എടുക്കുന്ന ബോളിൻ്റെ കളർ എനിക്ക് പറഞ്ഞു തരുന്നു, അത് മാത്രമേ എനിക്കറിയുള്ളൂ. ഓക്കെ, സോ കൺസിഡർ എ റൂം which are divided into 2 halves, and at the center each part is separated by a curtain, so no one can see what can happening on the other half. Person B is doing some experiment, but she will not tell person A anything about what she is doing. Okay, person B will only announce the result of each experiment. Let O is the sequence of announcements. ഇയാൾ അനൗൺസ് ചെയ്ത കാര്യങ്ങളാണ് ഇത്. O1, O2, etc. up to OT. That means red, green അങ്ങനെ പറയുന്നു. ഫോർ എക്സാമ്പിൾ ഏൺ 1, ഏൺ 2, ഏൺ n. ഇപ്പം ഒരു ആണിൽ തന്നെ ഏതൊക്കെ ഡിഫറെൻറ്റ് കളേഴ്സാണ് കിടക്കുന്നത് ആയിരിക്കാം, അറിയില്ല. ഏൺ 1ൽ നിന്നും പ്രോബബിലിറ്റി ഓഫ് റെഡ് ആകാനുള്ള പ്രോബബിലിറ്റി അതെങ്ങനെയാണ്? അതായത് B1 എന്ന് പറയുന്ന ഈ പറയുന്ന ഏണിൽ നിന്നും B1 എന്ന് പറയുന്നത്, അതായത് പ്രോബബിലിറ്റി ഓഫ് സെലക്ടിങ് 1 ബോൾ ഫ്രം ഈച്ച് ഏൺ എന്നുള്ള രീതിയാണ്. 1 ബോൾ ഫ്രം ഈച്ച് ഏൺ. ദാറ്റ് മീൻസ് 1 എന്ന് പറയുന്ന ഒരു ബോൾ എടുത്തു. B1 എന്ന് പറയുന്ന ഏണിൽ നിന്ന്. ദാറ്റ് മീൻസ് B1 എന്ന് പറയുന്ന ഏതോ ഒന്നിൽ നിന്ന് ഞാൻ ചെയ്യുന്നതാണ്. അത് റെഡ് ആകാനുള്ള പ്രോബബിലിറ്റി. അടുത്ത സെക്കൻഡ് ടൈം ഞാൻ എടുക്കുന്നു, അത് ബ്ലൂ ആകാനുള്ള പ്രോബബിലിറ്റി. ദാറ്റ് മീൻസ് പ്രോബബിലിറ്റി ഓഫ് സെലക്ടിങ് 1 ബോൾ ഫ്രം ഈച്ച് ഏൺ. അതാണ് ഈ B1, B2 പറയുന്നത്, എക്സെട്ര അപ് ടു BM. അതുപോലെ തന്നെ ഏൺ 2ൽ നിന്നും B2, 1. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ഈ B2, 1, അതായത് ഒരു ബോള്, സപ്പോസ് ആ ഒരു 1 ബോള് 1 എന്ന് ഇവിടെ എണ്ണമല്ല ഉദ്ദേശിക്കുന്നത്, ബോൾ. ഇപ്പോൾ റെഡിന് ഞാൻ ബ്ലൂവിന് 2, ഗ്രീന് 3 അങ്ങനെ ഉള്ളൊരു ഉദ്ദേശമായിരിക്കാം. സോ 1 ഞാൻ റെഡാണ്, പ്രോബബിലിറ്റി റെഡ് ആകാനാണ് കൂടുതൽ ചാൻസ്. അടുത്തത് എടുക്കുമ്പോൾ ബ്ലൂ ആകാനാണ് ചാൻസ്. അതായത് എമിഷൻ പ്രോബബിലിറ്റി എന്ന് പറയും. നമ്മൾ എടുക്കുന്ന സംഭവം നമ്മൾ അനൗൺസ് ചെയ്യുന്നു. ഓരോ ഇന്ന് എടുക്കുന്നതായിരിക്കാം. അത് ഞാൻ നമ്മൾ പ്രോബബിലിറ്റി വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ഈ ഒരു B2 ഇതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ഈ ഓരോന്നിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? എമിഷൻ പ്രോബബിലിറ്റീസ് എന്ന് വിളിക്കും. പേഴ്സൺ എ യൂസിങ് ഹിഡൻ മാർക്കോഫ് പ്രോസസ് ഓൺ ദിസ് ഒബ്സർവേഷൻ. അപ്പം പേഴ്സൺ ബി ആണ് ഈ പറയുന്നത് എല്ലാ കാര്യങ്ങളും ഒബ്സർവ് ചെയ്തിട്ട് എന്നെ വിളിച്ച് പറയുന്നത്. അപ്പോൾ പേഴ്സൺ എ എങ്ങനെ കണ്ടുപിടിക്കും ഇത് ഏത് ബോളിൽ നിന്നാണ്, ഏത് സ്റ്റേറ്റിലാണ്, അല്ലെങ്കിൽ ഏത് ഏണിൽ നിന്നാണ് എടുത്തിരിക്കുന്നതെന്നൊക്കെ? സോ പേഴ്സൺ എ ഈ സമയത്ത് ഏത് പ്രോസസ്സിനെ യൂസ് ചെയ്യും? ഹിഡൻ മാർക്കോഫ് പ്രോസസ്സിനെ യൂസ് ചെയ്യും. ഈ ഒബ്സർവേഷനിൽ നമുക്ക് അറിയുന്നത് ആകെ ഒരു ഒബ്സർവേഷനും അറിയുന്നുള്ളൂ. ആ ഒബ്സർവേഷനിൽ ഈ പറയുന്ന പേഴ്സൺ എന്ത് ചെയ്യും? ഹിഡൻ മാർക്കോഫ് പ്രോസസ്സിനെ അപ്ലൈ ചെയ്യും. പേഴ്സൺ എ അസ്യൂംഡ് ദാറ്റ് ഏതൊക്കെ അസ്യൂം ചെയ്യും? there are n large urns behind the curtain. അയാൾ അസ്യൂം ചെയ്യുന്നതാണ് n number of urns കർട്ടൻ്റെ ബിഹൈൻഡിലുണ്ട്. ഓരോ ഏണിലും
ഒരുപാട് ലാർജ് നമ്പർ ഓഫ് കളേർഡ് ബോൾസ് ഉണ്ടെന്നും ഇമാജിൻ ചെയ്യുന്നു, അസ്യൂം ചെയ്യുന്നു. ഓക്കെ, എം എന്ന് പറഞ്ഞാൽ ബോൾസിൻ്റെ ഡിസ്റ്റൻറ്റ് കളേഴ്സുള്ള ബോൾസുകൾ കാണാം. ഇപ്പം 10 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കളേഴ്സ് ഉള്ള 10 ഡിഫറെൻറ്റ് കളർ ബോൾസുകൾ ഉണ്ടാകും. ദാറ്റ് മീൻസ് 10 എന്ന് പറഞ്ഞാൽ എം ഡിഫറെൻറ്റ് കളേഴ്സ് ഓഫ് ബോൾ, അതായത് ഈ ബോള് എവിടെയാണ് n നമ്പർ ഓഫ് ഏൺസിൽ വെച്ചിരിക്കുന്നു. അപ്പോൾ ഇതാണ് അയാൾ അസ്യൂം ചെയ്യുന്നത്. പേഴ്സൺ ബി അക്കോർഡിംഗ് ടു സം റാൻഡം പ്രോസസ് ചൂസസ് ആൻ ഇനിഷ്യൽ ഏൺ. പേഴ്സൺ ബി ഒരു ഇനിഷ്യൽ ഏൺ സെലക്ട് ചെയ്യുന്നു, ഒരു ബോൾ റാൻഡമായിട്ട് ചൂസ് ചെയ്യുന്നു, ഏതോ ഒരു ബോക്സിൽ നിന്നും റാൻഡമായിട്ട് ചൂസ് ചെയ്യുന്നു, ബോളിൻ്റെ കളർ അനൗൺസ് ചെയ്യുന്നു. ഈ പ്രോസസ്സ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അയാൾ ആകെയുള്ളത് പേഴ്സൺ ബിക്ക് ഈ ഒരു അസംഷനാണ് അയാൾ നടത്തുന്നത്. അപ്പം നമ്മുടെ ഹിഡൻ മാർക്ക് ഓഫ് പ്രോസസ്സിന് വേണ്ട കമ്പോണൻസുകളാണ്. നമ്മുടെ മോഡലിന് ഹിഡൻ മാർക്ക് ഓഫ് പ്രോസസ്സ് എന്നതിൽ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ, ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് നമുക്കൊരു മോഡൽ വേണം. ഓക്കെ, ആ മോഡൽ ആണ് ഹിഡൻ മാർക്ക് ഓഫ് മോഡൽ. ആ മോഡലിനകത്ത് വരുന്ന കണ്ടൻറ്റുകളാണ് ഇത്. എൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഏൺസ്, അതായത് സെലക്ഷൻ ഓഫ് ഏൺസ്. ഏൺസിന് ഞാൻ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, എന്ന് പറഞ്ഞാൽ കളേഴ്സ് ഓഫ് ദ ബോൾ, ഞാൻ ഒബ്സർവ് ചെയ്യുന്നു എത്ര സിമ്പിൾസ്, ഡിഫറെൻറ്റ് ഒബ്സർവേഷൻ സിമ്പിൾസുകൾ എനിക്കുണ്ട്. ഓക്കെ, എന്ന് പറഞ്ഞാൽ ട്രാൻസിഷൻ പ്രോബബിലിറ്റി, ഒരു ഏണിൽ നിന്നും അടുത്ത ഏണിലേക്ക് പോകാനുള്ള പ്രോബബിലിറ്റി. ബി എന്ന് പറഞ്ഞാൽ ഈച്ച് ഏൺ കണ്ടെയ്ൻസ് മിക്സ്ചർ ഓഫ് ബോൾസ് വിത്ത് ഡിഫറെൻറ്റ് കളേഴ്സ്, അല്ലേ? അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് സെലക്ടിങ് 1 ബോൾ ഫ്രം ഈച്ച് ഏൺ, അതായത് എമിഷൻ പ്രോബബിലിറ്റി. ഇത് ഒബ്സർവേഷൻ പ്രോബബിലിറ്റി എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്താണിത്? ശരിക്കും ഇതിനെ വേറൊന്നും പറയുന്നതാണ് എമിഷൻ പ്രോബബിലിറ്റി. പൈ ഈസ് ദ ഇനിഷ്യൽ പ്രോബബിലിറ്റി, ഇന്ന ഏണിൽ നിന്നും പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്രോബബിലിറ്റി പൈ. ഓക്കെ, ഇത്രയാണ് വേണ്ടത്. ഇനി ഞാൻ ഹിഡൻ മാർക്ക് ഓഫ് മോഡലിനെ പറ്റി നമുക്ക് നോക്കാം. ഹിഡൻ മാർക്ക് ഓഫ് മോഡൽ is a statistical model in which system being model, നമുക്ക് മോഡലില്ല. ഓക്കെ, നമുക്ക് മോഡലില്ല, നമുക്ക് ഒബ്സർവേഷൻസ് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് മോഡൽ ഉണ്ടാക്കണം. ഇൻ വിച്ച് ദ സിസ്റ്റം ബീയിങ് മോഡൽ, ഒരു സിസ്റ്റത്തിന് നമ്മൾ മോഡൽ ചെയ്യും. ആ മോഡൽ ചെയ്യുന്നത് എങ്ങനെയാണ്? അത് ഒരു മാർക്ക് ഓഫ് പ്രോസസ്സായിട്ട് നമ്മൾ അസ്യൂം ചെയ്യും. അതായത് മെമ്മറി ലെസ് പ്രോസസ്സാണ്. അതിൻ്റെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഇറ്റ്സ് ഫ്യൂച്ചർ ആൻഡ് പാസ്റ്റ് ആർ ഇൻഡിപെൻഡൻറ്റ്. ഫ്യൂച്ചറും പാസ്റ്റും ഇൻഡിപെൻഡൻ്റ് ആണ്. ബിക്കോസ് വി ഡോണ്ട് നോ, നമുക്കറിയത്തില്ല മുന്നേ എടുത്ത സ്റ്റേറ്റ് ഏതാണെന്നും നമുക്കറിയത്തില്ല. ഓക്കെ, സോ ഇറ്റ് ഹാസ്, അപ്പോൾ ഇതാണ് ഹിഡൻ മാർക്ക് ഓഫ് മോഡൽ. ഈസ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡൽ ഇൻ വിച്ച് ദ സ്റ്റേറ്റ് ബീയിങ് മോഡൽ, എങ്ങനെയാണ് മോഡൽ ചെയ്യുന്നത്? ഈസ് അസ്യൂം ടു ബി അത് മാർക്ക് ഓഫ് പ്രോസസ്സായിട്ടാണ് മോഡൽ ചെയ്യുന്നത് നമ്മുടെ സ്റ്റേറ്റിനെ. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് എ മെമ്മറി ലെസ് പ്രോസസ്. ഇറ്റ്സ് ഫ്യൂച്ചർ ആൻഡ് പാസ്റ്റ് ആർ ഇൻഡിപെൻഡൻറ്റ് വിത്ത് is assumed to be mark of process with hidden states. Okay, അതാണ് continuation in which the system being model is assumed to be a mark of process ആണ്. ആ മാർക്ക് ഓഫ് പ്രോസസ്സിന് എന്താണ് സ്റ്റേറ്റ്സ് നമുക്കറിയത്തില്ല, വിത്ത് ഹിഡൻ സ്റ്റേറ്റ്സ് ആണ്. ഇറ്റ് ഹാസ് എ സെറ്റ് ഓഫ് സ്റ്റേറ്റ്സ്, ഒരുപാട് സ്റ്റേറ്റ്സുകൾ ഉണ്ടായിരിക്കും. ഈച്ച് ഓഫ് വിച്ച് ആർ ലിമിറ്റഡ് നമ്പർ ഓഫ് ട്രാൻസിഷൻസ്. ഓക്കെ, ഇറ്റ് ഹാസ് എ സെറ്റ് ഓഫ് സ്റ്റേറ്റ്സ്. മാർക്ക് ഓഫ് സ്റ്റേറ്റിനാണ് പറയുന്ന, മാർക്ക് ഓഫ് മോഡലിനെ പറയുന്നതാണ്. അതിനകത്ത് കുറച്ച് സെറ്റ് ഓഫ് സ്റ്റേറ്റ്സ് ഉണ്ടായിരിക്കും. ഈച്ച് ഓഫ് വിച്ച് ആർ ലിമിറ്റഡ് നമ്പർ ഓഫ് ട്രാൻസിഷൻസ് ആയിരിക്കും. ഓരോ ട്രാൻസിഷൻസ് ബിറ്റ്വീൻ ദ സ്റ്റേറ്റ്സ് ഹാസ് ആൻ പ്രോബബിലിറ്റി അസൈൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അതായത് ട്രാൻസിഷൻ പ്രോബബിലിറ്റി വേണം. അതുപോലെ തന്നെ നമ്മൾ അസ്യൂം ചെയ്യുവാണ്, അസംഷനാണത്, എത്ര സ്റ്റേറ്റ്സ് ഉണ്ടായിരിക്കും എന്നുള്ളത്. ഈച്ച് മോഡൽ സ്റ്റാർട്ട്സ് ഫ്രം ഒരു സ്റ്റാർട്ട് സ്റ്റേറ്റും അതുപോലെ എൻഡ് സ്റ്റേറ്റിലും അവസാനിക്കും. അപ്പം ഒരു HMM എങ്ങനെയാണ് ക്യാരക്ടറൈസ് ചെയ്തിരിക്കുന്നത്? അതിങ്ങനെയാണ്. നമ്പർ ഓഫ് ഹിഡൻ സ്റ്റേറ്റ്സ്, നമുക്കറിയില്ലല്ലേ എത്ര സ്റ്റേറ്റ്സ് ഉണ്ടെന്ന് അറിയത്തില്ല, നമ്മൾ അസ്യൂം ചെയ്യും ആദ്യമേ. സോ നമ്പർ ഓഫ് ഹിഡൻ സ്റ്റേറ്റ്സ് ഉണ്ടെന്ന് അറിയും. എന്ന് പറഞ്ഞാൽ എത്ര ഒബ്സർവേഷൻ സിമ്പിൾസ് ഓരോന്ന് വിളിച്ച്, അതായത് നമ്മൾ സീക്വൻസ് വിളിച്ച് പറയുന്നുണ്ട്, ബട്ട് എത്ര കളേഴ്സ് ഓഫ് ദ ബോൾ, ഒരു ബോക്സിനകത്ത് എത്ര കളർ ഉണ്ട്, എത്ര തരം ബോളുകളുണ്ട്, എത്ര തരത്തിലുള്ള കളേഴ്സ് ഉള്ളത്. ഓക്കെ, സോ is the number of distinct observation symbols per state. ആൻഡ് AIJ എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ട്രാൻസിഷൻ പ്രോബബിലിറ്റി, BJK എന്ന് പറഞ്ഞാൽ ഒബ്സർവേഷൻ ഓർ എമിഷൻ സിമ്പിൾ പ്രോബബിലിറ്റിയാണ്. ഓക്കെ, ദാറ്റ് മീൻസ് കേത്ത് ബോൾ ആകാനുള്ള പ്രോബബിലിറ്റി ഡ്യൂറിങ് ദ ടൈം, അതായത്
എമിഷൻ പ്രോബബിലിറ്റി. ഈ എമിഷൻ പ്രോബബിലിറ്റി നമ്മളൊന്ന് പറയുന്നത്, അതായത് ഞാനൊന്ന് ഒബ്സർവ് ചെയ്യുന്നു, കെ എന്ന് പറയുന്നത് ഒബ്സർവ് ചെയ്തു. അത് ഏത് ടൈമിൽ? BJ, അതായത് ഇവിടെ ഞാൻ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ് ആയിരിക്കും. അപ്പോൾ ഏതോ ഒരു സ്റ്റേറ്റിൽ ഞാൻ ഈ ഒരു കളർ ഒബ്സർവ് ചെയ്തു. ഇപ്പോൾ അയാൾ പറയുമ്പോൾ എനിക്ക് എഴുതിയെടുക്കാമല്ലോ, ഈ ഫസ്റ്റ് ടൈം, സെക്കൻഡ് ടൈം, തേർഡ് ടൈം. ഫസ്റ്റ് ടൈം അയാൾ ഒരു കളർ വിളിച്ചു പറഞ്ഞു, സെക്കൻഡ് ടൈം അയാൾ ഒരു കളർ വിളിച്ചു പറഞ്ഞു. അപ്പോൾ അതാണ് ഈ പറയുന്നത്. ഓക്കെ, എമിഷൻ പ്രോബബിലിറ്റി. കേത്ത് ബോളിൻ്റെ കളർ പറയുന്നു ഡ്യൂറിങ് ദി ജേത്ത് ടൈം. ആ ഒരു അസംഷനിൽ എടുത്താൽ മതി, നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴേ അത് മനസ്സിലാവുള്ളൂ. ഇനി എന്താണ് ഇനിഷ്യൽ പ്രോബബിലിറ്റി? ഇനിഷ്യൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് πi ആയിരിക്കും. അതിൻ്റെ πi എന്ന് പറഞ്ഞാൽ നമ്മുടെ വെയിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 ആയിരിക്കും. ഓക്കെ, ഇനിഷ്യൽ പ്രോബബിലിറ്റിയുടെ. ഇനി ലാംഡ എന്ന് പറയുന്നതാണ് നമ്മുടെ കംപ്ലീറ്റ് പാരാമീറ്റർ അല്ലെങ്കിൽ മോഡൽ എന്ന് പറയും. HMM എന്ന് പറഞ്ഞിട്ട് നമ്മൾ ലാംഡ എന്നാണ് പറയുന്നത്. ആ ലാംഡയിൽ നമ്മൾ ശരിക്കും ഈ പറയുന്ന എന്നും എമ്മും പറയാറില്ല, കാരണം നമ്മൾ അസ്യൂം ചെയ്യുന്നതാണ്, അസംഷൻ ആണല്ലേ. അപ്പം എന്നും എമ്മും പറയാറില്ല നോർമലി. ബട്ട് ഇത് ഇത്രയാണ് കമ്പോണൻസ് എങ്കിലും നമ്മൾ ലാംഡ എന്ന് പറയുന്നതാണ് നമ്മുടെ HMM മോഡൽ. അപ്പം ലാംഡ എന്ന് പറയുന്ന മോഡലിനകത്ത് എന്തൊക്കെ പാരാമീറ്റേഴ്സ് ഉണ്ടാകും? ട്രാൻസിഷൻ, അതായത് ട്രാൻസിഷൻ പ്രോബബിലിറ്റി ക്യാപിറ്റൽ ലെറ്റർ A, B ക്യാപിറ്റൽ ലെറ്റർ B എമിഷൻ പ്രോബബിലിറ്റി ആൻഡ് ദി ഇനിഷ്യൽ പ്രോബബിലിറ്റി. ഈ 3 പേരും കൂടെ ചേരുമ്പോഴാണ് നമ്മുടെ ലാംഡ എന്ന് പറയുന്ന HMM മോഡൽ ഉണ്ടാകുന്നത്. ഓക്കെ, സോ ഇതാണ് ഹിഡൻ മാർക്കോവ് മോഡൽ. അപ്പോൾ ഈ ഹിഡൻ മാർക്കോവ് മോഡൽ യൂസ് ചെയ്തിട്ട് 3 പ്രോബ്ലത്തിനെ എനിക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഹിഡൻ മാർക്കോവ് മോഡൽ യൂസ് ചെയ്തിട്ട് 3 ഡിഫറെൻറ്റ് പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാൻ പറ്റും. ഇതാണ് യൂണിവേഴ്സിറ്റി സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ. കുറച്ച് പാടാണത്. ഓക്കെ, there are 3 basic problems with HMM and we are solving that 3 basic problems using the HMM. അതായത് HMM വെച്ചിട്ട് നമ്മൾ സോൾവ് ചെയ്യുന്നുണ്ട്. അതിലൊരു പ്രോബ്ലമാണ് ഇവാലുവേഷൻ പ്രോബ്ലം, സെക്കൻഡ് പ്രോബ്ലമാണ് ഡീകോഡിംഗ് പ്രോബ്ലം, തേർഡ് പ്രോബ്ലമാണ് ലേണിംഗ് പ്രോബ്ലം. ഓക്കെ, എന്താണ് ഇവാലുവേഷൻ പ്രോബ്ലം? ഇവാലുവേഷൻ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമുക്ക് മോഡൽ തന്നിട്ടുണ്ട്, അതായത് ലാംഡ തന്നിട്ടുണ്ട്. We have to compute the probability that a particular output sequence was produced by that model. നമുക്ക് ഒരു ഔട്ട്പുട്ട് സീക്വൻസും തരും, നമുക്ക് മോഡലും തരും. ഈ മോഡൽ തന്നിരിക്കുന്നതിൽ ഈ മോഡലിനകത്ത് ഈ ഔട്ട്പുട്ട് സീക്വൻസ് പ്രൊഡ്യൂസ് ആവുന്നുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. Given the model, compute the probability that a particular output sequence was produced by that model. ഈ പറയുന്ന ഒരു പ്രോബ്ലത്തിന് ഇവാലുവേഷൻ പ്രോബ്ലം എന്നാണ് പറയുന്നത്. നമുക്ക് എന്തൊക്കെ തന്നിരിക്കും? ഒബ്സർവേഷൻ സീക്വൻസ് തന്നിരിക്കും. ഒബ്സർവേഷൻ സീക്വൻസ്, പെർട്ടിക്കുലർ ഔട്ട്പുട്ട് സീക്വൻസ് ഈ പറയുന്ന ലാംഡ വെച്ചിട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കണം. നമുക്ക് ആകെ ഒബ്സർവേഷൻ സീക്വൻസ് മാത്രം തരും, ഈ മോഡലും തരും. അതിൽ നിന്നും ഞാൻ എന്ത് ചെയ്യണം? ഈ ഒബ്സർവേഷൻ സീക്വൻസ് കിട്ടാൻ പറ്റുന്ന സ്റ്റേറ്റുകൾ കണ്ടുപിടിക്കണം. ഏത് സ്റ്റേറ്റിലൂടെ പോയാൽ, ഏത് സ്റ്റേറ്റുകളിലേക്കൂടെ ട്രാൻസിഷൻസ് നടത്തിയാൽ എനിക്ക് ഈ പറയുന്ന ഒബ്സർവേഷൻ സീക്വൻസിലേക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റും. അതാണ് നമ്മുടെ ആദ്യത്തെ പ്രോബ്ലം, ദാറ്റ് ഈസ് ഇവാലുവേഷൻ പ്രോബ്ലം. ഈ പറയുന്ന ഇവാലുവേഷൻ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന അൽഗറിതമാണ് ഫോർവേഡ് ബാക്ക്വേർഡ് പ്രൊസീജിയർ അല്ലെങ്കിൽ അൽഗറിതം. ഓക്കെ, അത് നമുക്ക് പഠിക്കാനുണ്ട്. രണ്ടാമത്തെയാണ് ഡീകോഡിംഗ് പ്രോബ്ലം. വാട്ട് ഈസ് ഡീകോഡിംഗ് പ്രോബ്ലം? അതായത് നമുക്കൊരു മോഡൽ തന്നിരിക്കും, ലാംഡ, ഒബ്സർവേഷൻ സീക്വൻസ് തന്നിരിക്കും O. വി വുഡ് ലൈക്ക് ടു ഫൈൻഡ് ഔട്ട് ദ സ്റ്റേറ്റ് സീക്വൻസ് Q ഈക്വൽ ടു ഈ പറയുന്ന ഇവാലുവേഷൻ പ്രോബ്ലത്തിനകത്ത് എല്ലാ സ്റ്റേറ്റ് സീക്വൻസുകളും നമുക്ക് കിട്ടും. അതായത് ഈ ഒരു ഒബ്സർവേഷൻ സീക്വൻസ് കിട്ടുന്ന ലാംഡ വെച്ചിട്ട് കിട്ടുന്ന, അതായത് ഈ മോഡൽ വെച്ചിട്ട് ഈ ഒബ്സർവേഷൻ സീക്വൻസ് കിട്ടുന്ന എല്ലാ ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സുകളും കണ്ടുപിടിക്കും. ഇവിടെ ഡീകോഡിംഗ് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഗിവൺ ദ മോഡൽ ലാംഡ തന്നിരിക്കും ആൻഡ് ആൻ ഒബ്സർവേഷൻ സീക്വൻസ് O തന്നിട്ടുണ്ടാകും, അവർ തരും. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യണം? വി വുഡ് ലൈക്ക് ടു ഫൈൻഡ് ഔട്ട് ദ സ്റ്റേറ്റ് സീക്വൻസ് കണ്ടുപിടിക്കണം, അതായത് ഈ Q കണ്ടുപിടിക്കണം. അത് തന്നെയാണ് ഇവിടെയും ചെയ്തത്, പക്ഷേ ഇവിടെ എല്ലാ സ്റ്റേറ്റ്സും കിട്ടും. ഏതൊക്കെ തരത്തിലുള്ള സ്റ്റേറ്റ്സിലൂടെ എനിക്ക് പോകാൻ പറ്റുമോ അതിലെല്ലാം കിട്ടും. സോ ഇവിടെ Q ഈസ് ഈക്വൽ ടു Q1, Q2 എക്സെട്ര അപ് ടു Qt കണ്ടുപിടിക്കണം. വിച്ച് ഹാസ് ദ ഹയസ്റ്റ് പ്രോബബിലിറ്റി ഓഫ് ജനറേറ്റിംഗ് യു. അതിനകത്ത് ഏറ്റവും കൂടുതൽ ഹയസ്റ്റ് പ്രോബബിലിറ്റി ഉള്ള പാത്ത് ഏതാണോ, അതായത് ദാറ്റ് മീൻസ് പാത്ത് ഇൻ ദ സെൻസ് സ്റ്റേറ്റ്സുകൾ ഏതാണോ, ആ സ്റ്റേറ്റ് സീക്വൻസ് ഏതാണോ അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, ഡിഫറൻസ് മനസ്സിലായല്ലോ. ഇത് എല്ലാ പാത്തും തരും, ഇത് ഏറ്റവും ഹയസ്റ്റ് പ്രോബബിലിറ്റി ഉള്ള പാത്തിനെ ചൂസ് ചെയ്യും. അതായത് Q സ്റ്റാർ ദാറ്റ് മാക്സിമൈസസ് പ്രോബബിലിറ്റി ഓഫ്
ക്യൂ ഗിവൺ ഒ ലാംഡ. ഒയും ലാംഡയും തന്നിട്ടുണ്ടായിരുന്നാൽ ആ ഒയും ലാംഡയ്ക്കുമുള്ള ഏറ്റവും മാക്സിമം ആയിട്ടുള്ള ഏതിനെ തരും? സ്റ്റേറ്റ് സീക്വൻസ് തരും. ഓർ given the model find the most likely sequence of hidden states. ഏറ്റവും ലൈക്ലി ആയിട്ടുള്ള ഹിഡൻ സ്റ്റേറ്റ്സുകളെ കണ്ടുപിടിക്കണം. വിച്ച് കുഡ് ഹാവ് ജനറേറ്റഡ് എ ഗിവൺ ഔട്ട്പുട്ട് സീക്വൻസ്. നമുക്ക് തന്നിരിക്കുന്ന ഔട്ട്പുട്ട് സീക്വൻസിനെ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മോസ്റ്റ് ലൈക്ലി ആയിട്ടുള്ള ഹിഡൻ സ്റ്റേറ്റ്സുകളെ തരണം. ഈ ഒരു പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഡീകോഡിംഗ് പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന അൽഗോരിതമാണ് വിറ്റർബി അൽഗോരിതം. എന്താണ് വിറ്റർബി അൽഗോരിതം? നെക്സ്റ്റ്, ദ ഫൈനൽ വൺ ഈസ് ലേണിംഗ് പ്രോബ്ലം. ലേണിംഗ് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഗിവൺ എ ട്രെയിനിങ് സെറ്റ് ഓഫ് ഒബ്സർവേഷൻ സീക്വൻസ്. ഓക്കെ, ഒരുപാട് നമുക്ക് ട്രെയിനിങ് സെറ്റുകൾ തന്നിരിക്കും, ഒരുപാട് തരത്തിലുള്ള ഒബ്സർവേഷൻ സീക്വൻസുകൾ ഉണ്ടായിരിക്കും. വി വുഡ് ലൈക്ക് ടു ലേൺ ദ മോഡൽ ദാറ്റ് മാക്സിമൈസ് ദ പ്രോബബിലിറ്റി ഓഫ് ജനറേറ്റിംഗ് എക്സ്. ഈ പറയുന്ന എക്സുകളെ, അതായത് കംപ്ലീറ്റ് എക്സിനെ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു മോഡലിനെ ക്രിയേറ്റ് ചെയ്യണം. നമുക്ക് ഇവിടെയെല്ലാം എന്താണ്, മോഡൽ തന്നിരുന്നു, പക്ഷെ ഇവിടെ നമുക്ക് എന്തില്ല, മോഡലില്ല. ഓക്കെ, വി ഹാവ് നോ മോഡൽ, വി ഹാവ് ടു ക്രിയേറ്റ് എ മോഡൽ. നമുക്ക് ലാംഡ കണ്ടുപിടിക്കണം. ലാംഡ എങ്ങനെയുള്ളതായിരിക്കണം? വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് സച്ച് എ ലാംഡ. ഓക്കെ, നമ്മൾ ഏതെങ്കിലും ഒരു ലാംഡ വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിക്കാൻ നോക്കും, ഏതെങ്കിലും ഒരു മോഡൽ എടുത്തിട്ട്. അപ്പം ഈ മോഡൽ കണ്ടുപിടിച്ച് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. എന്നിട്ട് എങ്ങനെയുള്ളത് മാക്സിമൈസ് ചെയ്യുന്നത്, അതായത് എൻ്റെ ഈ ഒബ്സർവേഷൻ സീക്വൻസുകളെ നല്ല രീതിയിൽ എന്താണ് അനലൈസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഡീകോഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ലാംഡയെ കണ്ടുപിടിക്കും. അപ്പോൾ മോഡലിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന അത്തരത്തിലുള്ള ആ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന അൽഗോരിതമാണ് ബോൺ വെൽഷ് അൽഗോരിതം. ഓക്കെ, സോ അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഏത് പഠിക്കാനുണ്ട്? ഇവാലുവേഷൻ പ്രോബ്ലവും അതുപോലെ ഡീകോഡിംഗ് പ്രോബ്ലവും അതുപോലെ തന്നെ ലേണിംഗ് മോഡലും പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തതിന് നോക്കാതെ. താങ്ക് യു.